അതൊക്കെ പറ്റും, വിറ്റ് പൈസ ആക്കാൻ പറ്റും, അത് വേറെ അല്ല. പിന്നെ എന്താ കാട്ട്, നശിപ്പിക്കാൻ പറ്റുമല്ലോ. അതോടെ നബി തങ്ങൾ അത് നശിപ്പിക്കാൻ പറഞ്ഞ രീതിയിലില്ല. ഇതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതൊന്നും ഒരു 100% എല്ലാവരും ഇത്തിഫാക്കായ നിയമങ്ങളൊന്നുമല്ല. ഇതിൽ പറ്റുന്ന വഴികളുണ്ടോ? ഇപ്പം നബിയുടെ ഭാര്യമാർ ചിലരൊക്കെ അങ്ങനെ ചെറിയ വെള്ളിപ്പാത്രം എത്തിച്ച് കാണാൻ പറ്റും. നബിയുടെ മുടി പിന്നെ സൂക്ഷിച്ച എന്ന് പറഞ്ഞാൽ അവിടെ ഉമ്മു സലമ യുടെ വിഷയങ്ങൾ, അവിടെയൊക്കെ അങ്ങനെ ചില വിഷയങ്ങൾക്ക് വരുന്നുണ്ട്. അവർക്ക് അങ്ങനെ പാത്രം ഉണ്ടായിരുന്നു, അതിലങ്ങനെ നബിയുടെ മുടി അവർ സൂക്ഷിച്ചിരുന്നു ഉമ്മു സലമ. കാരണം എന്താ ജുൽജുലും മിൻഫില്ല, വെള്ളിയുടെ ഒരു ജുൽജുൽ, ഈ ചെറിയ പാത്രത്തെ പറയാം, എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഡപ്പി, അതിനൊക്കെ സാധാരണ ജുൽജുൽ എന്ന് പറയാം. അങ്ങനത്തെ ഒരു വെള്ളിയുടെ പാത്രം ഉണ്ടായിരുന്നു. നബിയുടെ മുടി അവർ അതിലാണ് സൂക്ഷിച്ചിരുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നബി അത് പാടില്ല എന്ന് പറഞ്ഞില്ലല്ലോ, ആ പാത്രം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ അതിലൊക്കെ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഈ തിന്നലും കുടിക്കലും മാത്രമാണോ? കാരണം ഇവിടെ ഈ ഹദീസിലൊക്കെ വന്നത് തിന്നാനും കുടിക്കാനും പാടില്ല എന്നാണ്, അത് ഇത്തിഫാക്കാണ്. അപ്പോൾ ഇവിടെ ഇപ്പം 3 കാര്യം: 1 ഇത്തിഹാദ്, 2 ഇസ്തിഅ്മാൽ, 3 അൽ അക്ലു വശുർബ്, തിന്നലും കുടിക്കലും. അപ്പം തിന്നലും കുടിക്കലും പാടില്ല, അതിൽ വേറെ ചർച്ചയില്ല, കാരണം അത് വ്യക്തമായി പറഞ്ഞു. ഇനി എന്തുകൊണ്ട് അത് പറഞ്ഞു ചർച്ച, മറ്റൊരു ഖിലാഫ് വന്ന് എന്തുകൊണ്ട് തിന്നരുത് കുടിക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അപ്പം അല്ലാത്തിന് പറ്റുമല്ലോ എന്നാണ് ഒരു വിഭാഗം മനസ്സിലാക്കിയത്. മറുവിഭാഗം മനസ്സിലാക്കിയത് തിന്നരുത് കുടിക്കരുത് പറഞ്ഞാൽ അല്ലാത്ത ഏതായാലും പറ്റൂല, തിന്നാനും കുടിക്കാനും പറ്റൂലെങ്കിൽ പിന്നെ ഇനി അല്ലാത്തതിന് ഏതായാലും പറ്റൂല. അപ്പം എന്തിനാ പിന്നെ തിന്നരുത് കുടിക്കരുത് പ്രത്യേകം എടുത്തു പറഞ്ഞത്? അവിടെ ഒരു സംഗതി ഉപയോഗിക്കരുത് എന്നാണെങ്കിൽ നബി ഇപ്പം ലാ തഅ്കുലൂ വലാ തശ്റബൂ എന്നൊക്കെ പറയേണ്ടതുണ്ടോ? നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന പോലെ ഉപയോഗിക്കരുത് എന്ന് പറയാതെ തിന്നരുത് കുടിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് തിന്നലും കുടിക്കലും മാത്രമാണ് പ്രശ്നമുള്ളത്, അതല്ലാത്തിന് പ്രശ്നമില്ല. അതിന് ഉപയോഗമായി ആ സംഭവം പറയുന്നു. നബിയുടെ ഭാര്യ ഉമ്മു സലമക്ക് അങ്ങനെ പാത്രമുണ്ടായിരുന്നു, അപ്പം അത് പാടില്ലെങ്കിൽ നബി അത് ഒഴിവാക്കാൻ പറയില്ലേ? അങ്ങനത്തെ അല്ലാത്ത പല ഹറാമും കണ്ടപ്പോൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വിരിയിൽ കണ്ടപ്പോൾ നബി അത് മുറിച്ച് ഒഴിവാക്കാൻ വരെ പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണമോതിരം ഇട്ടപ്പോൾ ഊരി വലിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇത് പാടില്ലെങ്കിൽ ഇവ ചെയ്യുമല്ലോ. അപ്പം പിന്നെ തിന്നലും കുടിക്കലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമേ പാടില്ലായകയുള്ളൂ എന്നാണ് ഒരഭിപ്രായം. ഇബ്നു ഉസൈമീനും ഇബ്നു തൈമിയൊക്കെ ആ അഭിപ്രായമാണ് സ്വീകരിച്ചത്. അപ്പോൾ ഒരുപാട് ചില അസ്ല ഹലാലാണല്ലോ. അപ്പോൾ ഒരു കാര്യം പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല മനസ്സിലാക്കാം. അപ്പോൾ തിന്നരുത്, തിന്നരുത്, കുടിക്കരുത് എന്നാൽ കുടിക്കരുത്, എന്താ നബി അങ്ങനെ പറഞ്ഞത് എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. അതാണ് അവരൊക്കെ അതിന് നയമായി പറഞ്ഞത്. ചിലർ തിന്നരുതെന്ന് പറഞ്ഞാൽ അവിടെ സാധാരണഗതിയിൽ ഒരു പാത്രം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തിന്നാനും കുടിക്കാനുമാണല്ലോ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗം എന്നൊരു ഏരിയ എന്നുള്ളതൊക്കെ അത് പറഞ്ഞതാണ്. അല്ല തീറ്റ എന്ന ഉദ്ദേശമല്ല, കുടി എന്ന ഉദ്ദേശമല്ല. ഏതുപോലെ പലിശ ഭക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനുമൊക്കെ ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം തിന്നണില്ല കുടിക്കണില്ല, പലിശ കൊണ്ട് ഞാൻ ബാറിൻ്റെ സാധനത്തെ വാങ്ങിക്കോളാം എന്ന് പറയാൻ പറ്റുമോ? പലിശ കൊണ്ട് ഞാൻ കുപ്പായടിച്ചോളാം, ഞാൻ തിന്നണം കുടിക്കണമെന്നില്ല എന്ന് പറഞ്ഞവന് പലിശ വാങ്ങാൻ പറ്റുമോ? പറ്റൂതല്ലോ. അപ്പം എന്താ തിന്നരുത് പറഞ്ഞ അവിടെ? പലിശ സാധാരണ സംഗതി ഉപയോഗിക്കാനായ അർത്ഥം ഒരാൾ തിന്നാണ്. അതുകൊണ്ടാണ് അവിടെ ആക്കിയത് രിബ എന്ന് പറഞ്ഞത്. എന്ന പോലെയാണ് ഇവിടുത്തെ പ്രയോഗം. അല്ലാതെ തിന്നരുത് കുടിക്കുന്നതിനാൽ ബാക്കിയൊക്കെ ഉപയോഗിക്കാം എന്നതിന് അർത്ഥമില്ല എന്നാണ് മറുവശം. അത് രണ്ടും ന്യായമാണ്, രണ്ടു കൂട്ടരും പറഞ്ഞതിൽ ന്യായം. പക്ഷെ ഉമ്മു സലമ ബീവിയുടെ ഈ വിഷയം വന്നതുകൊണ്ട് തന്നെ ഈ ന്യായങ്ങൾക്കപ്പുറത്ത് മറ്റേ ന്യായത്തെ കുറച്ചുകൂടെ ന്യായമാണ് തോന്നിപ്പിക്കുന്ന ഒരു സംഭവമായി നമുക്കതിനെ എടുത്തു കാണിക്കാൻ പറ്റും. അതാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പറ്റുമെന്ന് മനസ്സിലാക്കാൻ അത് മതി. അല്ലെങ്കിൽ നബി ഞങ്ങളത് പ്രത്യേകമായി പറയുമല്ലോ, അത് പാടില്ല എന്ന് പറയില്ലേ, അങ്ങനെ പറയാത്തതുകൊണ്ട് തന്നെ അതൊക്കെ പറ്റും എന്ന് മനസ്സിലാക്കാം എന്നാണ് അവരൊക്കെ പറയുന്നത്. അവർ ഒരു ഹുക്കുമിനെ ഇതുമായി ബന്ധിപ്പിച്ചത് കൊണ്ട് അതിന് മാത്രമാണ് ആ ഹുക്കും, എല്ലാത്തിനും ആ ഹുക്കും ഉണ്ടാവുകയില്ല. അപ്പം ഞങ്ങൾ എല്ലായിടത്തും അങ്ങനെ വരുമോ? അതൊക്കെ വളരെ വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ആ പിന്നെ ഇങ്ങനെ ഉപയോഗിച്ച എല്ലാ സ്ഥലത്തും പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഭാര്യയുടെ മക്കൾ ഓലെ പറ്റി ഖുർആൻ പറഞ്ഞല്ലോ, പിന്നെ ജുഹൂരിക്കും, നിങ്ങളുടെ മടിത്തട്ടിലുള്ള നിങ്ങളുടെ വളർത്തുപുത്രിമാർ നിങ്ങൾക്ക് ഹെറാമാകുന്നു. ഫി ഹുജൂരിക്കും ഫി ഹുജൂരിക്കും മിൻ നിസായിക്കും. ഒരാൾ വിവാഹം കഴിച്ചു, ആ ഭാര്യയ്ക്ക് ആദ്യത്തുള്ള കുട്ടികളുണ്ട്, ആ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവിൽ പിറന്ന മക്കൾ അത് ഇവന് ഹറാമാണല്ലോ. കാരണം ഉമ്മാന്റെ ഭർത്താവ് എന്നുള്ളതിലേക്ക് ഈ കുട്ടികൾക്ക് അവർ മഹറമായി മാറും. ഈ സ്വന്തം ഉമ്മയുടെ ഭർത്താവ്
എന്ന നിലയ്ക്ക് അയാൾ ഈ മക്കൾക്ക് മെഹറമായി മാറുന്നു. പക്ഷെ അള്ളാഹു പറഞ്ഞെന്താണ്? വറബാഇബുക്കും, നിങ്ങളെ വളർത്തുപുത്രിമാരും, അല്ലത്തി ഫീ ഹുജൂരിക്കും, നിങ്ങളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന നിങ്ങളെ വളർത്തുപുത്രിമാരും. അപ്പൊ സംരക്ഷണത്തിൽ അല്ലെങ്കിലോ? ഒരു പെണ്ണിനെ കെട്ടി ഓളെ കുട്ടികളെ ഇരുത്തില്ല, കുട്ടികൾ അവിടെ വാപ്പാനോട് നിൽക്കുന്നു, ഓളെ മാത്രം കെട്ടിക്കൊണ്ടുവന്നു. അപ്പൊ ആ കുട്ടി മെഹറമാവൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ആ കുട്ടികളെ അമ്മാന്റെ ഭർത്താവാണ്, മെഹറമാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞതോ ഫീ ഹുജൂരിക്കും, നിങ്ങളുടെ മടിത്തട്ടിലുള്ള, നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പെണ്ണിനെ കെട്ടുമ്പോൾ ഓളെ കുട്ടികൾ ഓളൊപ്പം പോരാറാണ് പതിവ്. സാധാരണ ഉമ്മാനൊപ്പം കുട്ടികളുണ്ടാവുക, ചെറിയ മക്കളാണ് പ്രത്യേകിച്ചും ഉമ്മാനെ കൂടെയാണ് മക്കൾ പോകുക, വാപ്പാനൊപ്പമല്ല ആ പ്രായത്തിൽ. അപ്പൊ അതുകൊണ്ടാണ്, അത് പരിഗണിച്ചുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? നിങ്ങളുടെ സംരക്ഷണത്തിൽ. അർത്ഥം സംരക്ഷണത്തിൽ അല്ലെങ്കിൽ മെഹറമല്ല എന്നല്ല. ഒരു പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഓളെ മക്കൾ നമുക്ക് മെഹറമായി മാറി. അപ്പൊ ഇവിടെ ഫീ ഹുജൂരിക്കും എന്ന് പറഞ്ഞതിന് പ്രത്യേകിച്ച് അത് സാധാരണ പതിവ് അതാണ്, അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തിന്നരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഒന്നും പാടില്ല എന്നാണ് ഉദ്ദേശം. സാധാരണഗതിയിൽ പാത്രം ഉപയോഗിക്കൽ, തിന്നാനും കുടിക്കലായതുകൊണ്ട് അതെടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ് അത്തരം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മു സലമ ബീവിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു പാത്രം ഉണ്ടായിരുന്നു എന്ന് സ്ഥിരപ്പെട്ടു വന്നത് കൊണ്ട് തന്നെ അത് നബിയുടെ വീട്ടിലാണല്ലോ, അപ്പം അത് പാടില്ലെങ്കിൽ നബി പ്രത്യേകം എടുത്തു പറയും. അങ്ങനെ പറയാത്തത് കൊണ്ട് തന്നെ അത് പറ്റുമെന്ന് മനസ്സിലാക്കാം എന്നാണ് തിരിച്ചുള്ളവർ അത് തെളിവായി പറയുന്നത്. ഹറാമാണെങ്കിൽ നബിക്ക് വീട്ടിലെ ഹറാമായി നിൽക്കാൻ നബി തങ്ങൾ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നൊക്കെ അവരതിന് ന്യായമായി ചൂണ്ടിക്കാണിക്കുന്നു. വല്ലാഹു അഅലം. ഇത് ബാധകമല്ല, അല്ലെങ്കിൽ ബാധകമല്ല. ഏതായിരുന്നാലും ഇങ്ങനെ ചർച്ചകളുണ്ട്. അപ്പം മൊത്തത്തിൽ പറയുമ്പോൾ ഒന്ന് സ്വർണ്ണപാത്രത്തിലും വെള്ളിപ്പാത്രത്തിലും തിന്നലും കുടിക്കലും ഏതായിരുന്നാലും ഹറാം, അതിന് ചർച്ചയില്ല, അത് വ്യക്തമായ ഹദീസിൽ വന്നതാണ്. ഇനി തിന്നലല്ലാത്തതിന് ഉപയോഗിക്കാമോ? ഇല്ലേ, അത് ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസമുണ്ട്. പറ്റുമെന്നും പറ്റില്ല എന്നൊക്കെ ഉണ്ട്. സൂക്ഷ്മത നിലയ്ക്ക് ഒരാൾ ഒഴിവാക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അലങ്കാരമാവട്ടെ അല്ലാത്തതാവട്ടെ, ഒരു ബെഞ്ചുണ്ടാക്കി അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു സൂക്ഷ്മയുടെ ഭാഗമായി അതും വേണ്ട എന്ന് വെച്ചാൽ എല്ലാ വ്യത്യാസവും അയാൾ രക്ഷപ്പെട്ടു. ഇനി അതല്ല, ഒരാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു വെള്ളിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചു, ഇത് ഹറാമാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഓനെ ഹറാമ ചെയ്ത ഉത്തരവിച്ചാൽ വേണമെന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ചർച്ച ഉണ്ട്, ഇതും പാടില്ല എന്നൊക്കെ പണ്ഡിതന്മാരിൽ അഭിപ്രായങ്ങളുണ്ട്, അവിടെ അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും. വെള്ളിന് ചെരുപ്പുണ്ടാക്കി അല്ലെങ്കിൽ വെള്ളിൻ്റെ ഒരു വടി ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വരുമ്പോൾ ഈ ചർച്ചകളൊക്കെ അവിടെ വരും. ഏതായിരുന്നാലും മൊത്തത്തിൽ പറയുമ്പോൾ വിലക്കപ്പെട്ടതല്ലാത്ത എല്ലാ പാത്രങ്ങളും ഹലാലാണ്. കുല്ലു ഇലായിൻ ത്വാഹിരിൻ യുബാഹു, എല്ലാ പാത്രങ്ങളും ത്വാഹിറായ പാത്രങ്ങളൊക്കെ ഹലാലാണ്. വലൗ സമീനൻ. ശരി, അവിടെ നോട്ടല്ലേ. അപ്പോൾ മൊത്തം നമ്മൾ പറഞ്ഞത് 3-4 കാര്യങ്ങൾ വന്നു. ഒന്ന്, എല്ലാ പാത്രങ്ങളും ഹലാൽ, അതാണ് അസ്ലി. വില കൂടിയ പാത്രമാണെങ്കിലും ഹലാൽ എന്നാണ് മദ്ഹബിന്റെ വീക്ഷണപ്രകാരം. എന്നാൽ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. മൂന്നാമത് പറഞ്ഞത് അത് ഉപയോഗിക്കലും അത് ഉണ്ടാക്കലും എല്ലാം ഹലാലാണ്. നാലാമത് പറഞ്ഞത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ പാടില്ല. 5, ഫുള്ള് സ്വർണ്ണമാവണമെന്നില്ല, സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ റിപ്പയർ ചെയ്യപ്പെട്ട പാത്രമാണെങ്കിലും അത് പറ്റുകയില്ല. അതും ഉപയോഗിക്കലും അത് ഉണ്ടാക്കലുമൊക്കെ ഹറാം. 5-മത് പറഞ്ഞത് സ്ത്രീകൾക്കാണെങ്കിലും അത് ഹറാം. കാരണം സ്ത്രീകൾ സ്വർണ്ണാഭരണം പറ്റുമല്ലോ എന്നിവ കയ്യാസാക്കിയിട്ട് ഇത് അവർക്ക് പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം പൊതുവായിട്ടാണ് നബി ഞങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ നിലക്ക് പാത്രമായി ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കും പാടില്ലാത്ത കാര്യമാണ്. ഇത്രയുമാണ് ഇന്നത്തെ വിഷയത്തിൽ വന്നത്.